ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NIOS +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 20 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതിനു മുന്നേ കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലേ നമ്മൾ കാണുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. വളരെ സന്തോഷം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ആകട്ടെ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എയിം എന്തായിരിക്കണം? നമ്മൾ +2 കൊണ്ടേ വരുവുള്ളൂ അല്ലേ? അതിനപ്പുറം നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല, സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. നമുക്ക് +2 എന്തായാലും എടുക്കണം, ഹയർ സ്റ്റഡീസിന് പോകണം, നമ്മുടെ ലൈഫ് സെറ്റ് ആക്കണം. ഈ 3 ഗോൾസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇനി വൈകിപ്പിക്കണ്ട അല്ലേ? ക്ലാസ്സിൽ പോയാലോ? ഓക്കെ, റെഡി ആണോ? അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്റർ 20. അപ്പോ ഇതിനു മുന്നേ 19 ചാപ്റ്ററോളം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ? ഇതിലെല്ലാം നമ്മൾ പഠിച്ചു വന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ സ്വതന്ത്രമായ ഇന്ത്യയിൽ ഉണ്ടായ കാര്യങ്ങള്, അതുപോലെ വിപ്ലവങ്ങള്, അതുപോലെ തന്നെ റിവോൾട്ടുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു വന്നു. അപ്പൊ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ചാപ്റ്ററിന്റെ പേര് അറിയോ? എന്താണ് ചാപ്റ്ററിന്റെ പേര്? നാഷണലിസം. നാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ്? ദേശീയത. ദേശീയത എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെയുണ്ട് വി ഫീലിംഗ് എന്ന് പറയില്ലേ, നമ്മൾ എന്ന വികാരം അല്ലെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇപ്പൊ തന്നെ ഒരു പാകിസ്ഥാനും അതുപോലെ നമ്മുടെ ഇന്ത്യയും തമ്മിൽ കുറച്ച് ഒരു വാറും അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ, കുറച്ച് കാര്യങ്ങളൊക്കെ പോയി. അപ്പോ ഒന്നുമില്ല എങ്കിലും നമുക്ക് വളരെ ചില കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് വന്നു, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നല്ലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക്. എന്തുകൊണ്ടാണ് അല്ലെ? നിസ്സാരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു വെറുതെ ഇരുന്ന ഒരു കാര്യമാണല്ലേ, വെറുതെ ചുമ്മാ ഇരുന്ന് എന്ത് ചെയ്തു? നമ്മളെ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ അതിന് തക്കതായ കൊടുത്തു? തിരിച്ചടി കൊടുത്തു. അപ്പോ അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചുകൊടി കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങനെ കാരണക്കാരായത്? വി ഫീലിംഗ് അല്ലെ, നമ്മളെന്ന വികാരം, ദേശീയത അല്ലെ? നമ്മളൊരു ഒരു ദേശീയത ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. അതായത് നമ്മളെന്ന വികാരം, മനസ്സിലായി? നമ്മളെന്ന വികാരമാണ് അല്ലെ? നമ്മുടെ വേറൊരു കൺട്രിക്കാരനോ അല്ലെങ്കിൽ വേറൊരു ജില്ലക്കാരനോ നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടീനെ വേറൊരു ക്ലാസ്സിലുള്ള ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുക, ഉപദ്രവിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? കൈയടച്ച് അല്ലെങ്കിൽ കണ്ണൊക്കെ പൂട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കും? ഇല്ല. അപ്പൊ അത് തന്നെയാണ് നാഷണലിസം എന്ന് പറഞ്ഞത്. അപ്പൊ ചാപ്റ്റർ 20 ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനാണ്. എന്താണ് ദേശീയത അല്ലെ? നാഷണലിസം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഈ ദേശീയത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മിതവാദികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ സ്കൂളിലോ അല്ലാതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ, ദേശീയത എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് ആ രാജ്യത്തോട് തോന്നുന്ന അമിതമായ സ്നേഹം, അല്ലെങ്കിൽ അവരെ ആരും ഉപദ്രവിക്കരുത്, ആ ഒരു ഫീലിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പൊ വന്ന ഒരു ഇൻസിഡന്റിൽ നമ്മൾ എന്ത് ചെയ്തു? തക്കതായ തിരിച്ചടി അവർക്ക് കൊടുത്തു അല്ലെ? നമ്മള് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരുന്നപ്പോ നമ്മുടെ കുറച്ച് സഹോദരങ്ങളെ എന്ത് ചെയ്തു? അവര് ഉപദ്രവിച്ചു. അപ്പൊ തക്കതായ ശിക്ഷ നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. അതാ ഇവിടെ പറയുന്നത് വി ഫീലിംഗ് അല്ലെ? വി ഫീലിംഗ് എന്ന് എന്താണ്? നാഷണലിസം. ഇതുപോലെ നമ്മുടെ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു 85-ലൊക്കെ നമ്മുടെ ഇവിടെ എന്തുണ്ടായി? നാഷണലിസം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് നമ്മുടെ ഇന്ത്യയിൽ ഉടലെടുത്തു. അതിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. എന്താണ് നാഷണലിസം? നമുക്ക് നോക്കാം. എന്താണ് നാഷണലിസം? നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെന്ന വികാരം അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയോടും സ്നേഹത്തോടും അതുപോലെ തന്നെ രാജ്യത്തിന്റെ കാര്യങ്ങളോട് നമുക്കുണ്ടാകുന്ന ഒരു കടപ്പാട്, അതുപോലെ തന്നെ ദൗത്യം, ഇതിനെയൊക്കെയാണ് എന്ന് വിളിക്കുന്നത് വി ഫീലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ വി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെന്ന വികാരം, നാഷണലിസം. നമുക്ക് ഇതില് ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡ്രെയിൻ തിയറിയെ കുറിച്ച് പഠിക്കാനുണ്ട്, RC ദത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ട്. നമുക്ക് ആദ്യം ദാദാഭായ് നവറോജിയെ കുറിച്ച് നോക്കാം. എന്താണ് ദാദാഭായ് നവറോജി? ഒരു സയന്റിസ്റ്റ് ആണ് അല്ലെ? ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷുകാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ആദ്യം വെളിപ്പെടുത്തിയ വ്യക്തിയാണ്.
നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ബ്രിട്ടീഷുകാരെ അവരുടെ നാടുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണെന്നും ഇന്ത്യ പടുകുഴിയിലോട്ട് അല്ലെങ്കിൽ പാപ്പരാസികളാകുന്നുണ്ട് എന്നും അദ്ദേഹം ഇവിടെ ലോകത്തോട് എന്ത് ചെയ്തു, വിളിച്ചു പറഞ്ഞു. അതാണ് ആര്, നമ്മുടെ ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അതായത് ചോർച്ച സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ചോർച്ച സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാണ്, ഒഴുക്കുകയാണ്, ഒഴുകി കൊണ്ടുപോവുകയാണ്. ഡ്രെയിൻ എന്ന് പറയുന്നത്, ഡ്രെയിനേജ് എന്ന് പറയുന്നത് എന്താണ്, ഒഴുകി പോകുന്നതില്ലേ, അതാ ഇവിടെ പറയുന്നത്. ഡ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ചോർച്ചയാണ്. ചോർച്ച ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം എവിടേക്ക് പോകുവാണ്, അവരുടെ നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിവിടെ എന്ത് ചെയ്തു, പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ പറയുന്നുണ്ട് ദാദാഭായ് നവറോജിയുടെ എന്താണ്, ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തിയറി എന്താണ്, ഡ്രെയിൻ തിയറിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടുത്തെ ചോർച്ചകളെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് റിസോഴ്സസുകൾ കയറ്റിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ട് ദാദാഭായ് നവറോജിയെ കുറിച്ച്. അതായത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന റിസോഴ്സസ് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിനെ അമിതമായിട്ട് വിമർശിച്ച അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തു, നിരോധിച്ച വ്യക്തിയാണ് ആര്, ദാദാഭായ് നവറോജി. അദ്ദേഹം നിശിതമായി വിമർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തില് നമ്മുടെ ഇന്ത്യക്കാരോട് പറയുകയാണ്, നമ്മുടെ ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം എവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടനിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോട്ടൊക്കെ എന്ത് ചെയ്തുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടീഷർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഇദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തു, പ്രചാരണം നൽകി അല്ലെ. സ്വദേശി പ്രസ്ഥാനത്തിന് വളരെയധികം സ്വദേശി പ്രസ്ഥാനം എന്ന് എന്താണ്, നമ്മള് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കയറ്റുമതിക്കാണ് അല്ലെങ്കിൽ ഇറക്കുമതിക്ക് എന്ത് ചെയ്യണ്ട, പ്രോത്സാഹനം കൊടുക്കണ്ട, നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തുക എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പൊ ഡ്രെയിൻ തിയറി എന്നൊന്ന് മനസ്സിലായല്ലോ. എന്താണ് ഇവിടെ ഉണ്ടാകുന്ന റിസോഴ്സസ്, ഇവിടെ നോക്കുമ്പോ എന്താണ്, ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റു നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ ഇവിടെ ഇല്ല അല്ലെ, ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ ഇന്ത്യ എന്ത് ചെയ്യുന്നു, കൊടും പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കുന്ന ആൾക്കാരുടെ അല്ലെ, നീല കർഷകരുടെ, അതേപോലെ മില്ലുകളുടെ ഒക്കെ അവരുടെ അവസ്ഥ എന്താണ്, വളരെ ശോചനീയമായ അവസ്ഥയിലോട്ട്. തേയില കച്ചവടക്കാരുടെ അല്ലെങ്കിൽ തേയില കർഷകരുടെ ഇവിടെ നോക്കുമ്പോ എന്താണ്, എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്, പക്ഷെ ഒന്നിന്റെ ലാഭവിഹിതം ഒന്നുമില്ല. കാരണം എവിടേക്ക് പോയിക്കൊണ്ട് ഉൽപ്പന്നങ്ങളെല്ലാം മറ്റു നാടുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയെ എന്ത് ചെയ്യണം, മറികടക്കണം. എങ്കിലേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുള്ളൂ, മേന്മ ഉണ്ടാവുള്ളൂ, മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ കിട്ടുള്ളൂ എന്ന് ലോകത്തോട് പറയുകയും അതിന് എന്ത് ചെയ്തു, തടയാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ചൂഷണം ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇനി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല നമുക്ക്. ആ കണക്കിന് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ആ ജനങ്ങളോട് വിളിച്ചു പറയും, ജനങ്ങൾക്ക് വി ഫീലിംഗ് അല്ലെ, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അല്ലെ, നമ്മൾ അവരെ എന്ത് ചെയ്യണം, തകർക്കണം എന്നുള്ള ഒരു ഫീലിംഗ് വന്നത് ഏതിൽ കൂടെയാണ്, നമ്മുടെ ഈ ദാദാഭായ് നവറോജി അങ്ങനെയുള്ള ആൾക്കാരുടെ എന്തിൽ കൂടെ തന്നെയാണ്, സ്വദേശി പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ആണ്. ഓക്കെ, അടുത്തൊരു വ്യക്തിയെ നോക്കാം, ആർ സി ദത്ത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. ആർ സി ദത്ത് ഇതുപോലെ തന്നെ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. എക്കണോമിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്, എക്കണോമിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. മറ്റത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ ആണ് ദാദാഭായ് നവറോജിയുടെ. ഇതെന്താണ്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നയങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ ജമീന്ദാരി വ്യവസ്ഥ, അതുപോലെ തന്നെ റൈറ്റ് ടു വാരി വ്യവസ്ഥ. ഇങ്ങനെയുള്ള കുറെ നയങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. കോൺവാലിസ് പ്രഭുവാണ് എന്തുകൊണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ കൊണ്ട് 1798. അപ്പൊ ഈ നയങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നപ്പം ജനങ്ങളുടെ അവസ്ഥ വളരെ എന്തായി മാറുന്നു, ശോചനീയമായിട്ട് മാറുകയാണ്. ജനങ്ങളുടെ അവസ്ഥ എന്തെങ്കിലും മെച്ചപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ കിട്ടുന്നുണ്ടോ അവർക്ക്? ഇല്ല. അവരുടെ നയങ്ങളെല്ലാം അവർ ഓരോ ദിവസവും ഓരോ ഇതാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു അല്ലെ, ദത്തവകാശ നിയമം കൊണ്ടുവന്നു. എങ്ങനെയാണ്, ഒരു നാട്ടുരാജ്യത്തിന് തലമുറയില്ലാതെ മരിക്കുകയാണെങ്കിൽ, അല്ല ആൺ തലമുറ ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ രാജ്യത്തെ കൂടെ ആരെടുക്കും, ബ്രിട്ടീഷുകാർ കൈവശം വെക്കുന്ന
അല്ലെ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അരാജകത്വ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ ഇതിനെല്ലാം നിശിതമായി വിമർശിച്ച വ്യക്തിയാണ് നമ്മുടെ R.C. ദത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? എക്കണോമിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? എഴുതി വെച്ചു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ അഴിമതിയെ കുറിച്ചും, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കടുത്ത ചൂഷണങ്ങളെ കുറിച്ചും, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ നയങ്ങളെ കുറിച്ച്. നയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് ടു വാരി സിസ്റ്റം, ഇങ്ങനെയുള്ള നയങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അപ്പൊ രണ്ടുപേരും മനസ്സിലായല്ലോ, ദാദാഭായ് നവറോജിയും ഉണ്ട്, R.C. ദത്തും ഉണ്ട്. ഈ രണ്ടുപേരും ആരെ കുറിച്ചാണ് പറഞ്ഞത്? ബ്രിട്ടീഷുകാർ നമ്മുടെ എന്ത് കൊണ്ടുപോകുന്നു? റിസോഴ്സസ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച. ഇന്ത്യൻ ദേശീയത, നാഷണലിസം വന്നു, അത് എങ്ങനെയാണ് ഗ്രോത്ത് ആയെന്നാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എങ്ങനെയാണ്? രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾ വന്നല്ലേ. അതായത് ആദ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്ന്. ആദ്യം നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ വിചാരിച്ചു ഇവരിവിടെ കമ്പോളമൊക്കെ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് വേണ്ടത് കൊണ്ടുപോയതിനു ശേഷം നമുക്കൊരു ഗ്രോത്തും ഡെവലപ്മെന്റും വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നല്ലോ അല്ലെ. അച്ചടി മെഷീൻ ആയാലും മറ്റു സാധനങ്ങളെ കൊണ്ടുവന്ന് ഇവർ വിചാരിച്ചു അവരുടെ വലയിൽ വീണതാണ് അല്ലെ. പക്ഷേ പിന്നെയാണ് ഇവർ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് സ്കോളേഴ്സ് അല്ലെ, ബുദ്ധിജീവികളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇല്ല ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഇവർക്ക് എന്ത് വന്നു? ഒരു ഫീലിംഗ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെന്ന വികാരം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം, നാഷണലിസം, ദേശീയത ഇവർ ഉടലെടുക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട്, സാമൂഹികപരമായിട്ടും ആ സമയത്തൊക്കെയാണ് നമുക്കറിയാം സത്യാഗ്രഹങ്ങളുടെ പേരിൽ ആര് വരികയാണ്? ഗാന്ധിജി വരികയാണ്. എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യണം? സ്വതന്ത്രമാക്കണം അല്ലെ. അതിനുവേണ്ടി നെഹ്റു, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, അങ്ങനെയുള്ള കുറെ ആൾക്കാർ, ഗാന്ധിജി ഒക്കെ ആൾക്കാരെ അഹോരാത്രം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നത്. അപ്പൊ ഇവിടെ അതാ പറയുന്നത്, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾ എന്ത് ചെയ്തു? വന്നു. സാമൂഹികപരമായിട്ട് നമുക്കറിയാം സതി അല്ലെ, ശൈശവവിവാഹം, ജാതി വ്യവസ്ഥ, ഇതെല്ലാം എന്ത് ചെയ്തു? ഉന്മൂലനം ചെയ്യുകയുണ്ടായി. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇന്ത്യ ദേശീയതയുടെ വളർച്ചയാണ് പറഞ്ഞത്, സാമ്പത്തികപരമായ മാറ്റങ്ങൾ അല്ലെ. പിന്നെയാണ് നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യാതെയായി, മറ്റു രാജ്യങ്ങളെ ഫുഡിനായാലും ക്ലോത്തിനായാലും ഷെൽട്ടറിനായാലും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോന്നും മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഓരോ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരിൽ തന്നെ ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ കൈപ്പറ്റരുത്. നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ, ഇവിടെ പറയുന്നുണ്ട് സ്വദേശാഭിമാനി പ്രസ്ഥാനം അല്ലെ. മറ്റ് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വഴിയിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? കത്തിച്ചു അല്ലെ, പിക്കറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിക്കാൻ വിടാതെയാക്കി. ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാതെയായി. അഭിഭാഷകർ വരെ കോടതികൾ എന്ത് ചെയ്തു എന്നാണ്? പോകാതെയായി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് വന്നു. അങ്ങനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങളിൽ എന്ത് വന്നു? മാറ്റങ്ങൾ വന്നു. പിന്നെ സ്വാതന്ത്ര്യ ബോധം വരികയാണ്. ഞങ്ങൾ ഇനി എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എന്നും അവരുടെ അടിമകളായിട്ട് ഇരിക്കണ്ട, പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്ത് വേണം? ഇൻഡിപെൻഡന്റ് ആകണം, സ്വതന്ത്രമാകണം, ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന ഒരു ചിന്ത ആരുടെ ഇടയിലേക്ക് വന്നു? ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യ ജനതയുടെ ഉള്ളിൽ വരികയാണ്. സ്വാതന്ത്ര്യബോധം. അതുവരെ അവർ വിചാരിച്ച എന്താണ്? ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും, കാരണം അവരിവിടെ വന്നല്ലോ. ഇവിടെ വന്ന് നമുക്ക് കുറെ റെയിൽവേ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ റെയിൽവേ, അതുപോലെ തന്നെ പാലങ്ങളോ റോഡുകളൊക്കെ പണി കഴിപ്പിച്ചു. എല്ലാം ശരി തന്നെയാണ്, എല്ലാം അഡ്വാൻസ്ഡ് ആക്കി. പക്ഷെ എന്നാൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഒരു സ്വാതന്ത്ര്യ ബോധം. ഞങ്ങൾ എന്നും ഇങ്ങനെ കാൽക്കീഴിൽ കിടക്കാനുള്ള അടിമകളല്ല, സ്ലേവ്സ് അല്ല. ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ആർക്ക് വന്നു? നമ്മുടെ ഇന്ത്യ ജനങ്ങൾക്ക് വന്നു. അതാണ് സ്വാതന്ത്ര്യ ബോധം. രണ്ടാമത്തെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾ വന്നു. രണ്ടാമത്തത് സ്വാതന്ത്ര്യ ബോധം വന്നു. അടുത്തത് എന്താണ്? 1885 കോൺഗ്രസ് നിലവിൽ വന്നു. നമുക്കറിയാം INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്തു? 1885 നിലവിൽ വരികയാണ്. കോൺഗ്രസ് വന്നപ്പോൾ തന്നെ കുറച്ചുകൂടെ എന്തായി മാറുന്നു? ഒരു പാർട്ടിപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയും, ഇത് മാത്രമല്ല ജനങ്ങൾക്ക് മനസ്സിലായി അല്ലെ, ഗാന്ധിജിയും അതുപോലെ തന്നെ കുറെ ആൾക്കാര് അല്ലെ ഇവിടേക്ക് എന്ത് ചെയ്തു? വന്നു. അങ്ങനെയാണ് 1885 കോൺഗ്രസ് എന്ത് ചെയ്തു? ഇവിടെ രൂപം കൊണ്ടു. പാർട്ടി INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോടുകൂടെ കുറച്ചുകൂടെ ദേശീയത എന്ത് ചെയ്യാണ്? വളരുകയാണ്.
മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവന്നു. സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെയുള്ള പ്രോഡക്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. മറ്റൊന്നിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ്, ബ്രിട്ടീഷുകാർ ഓൾറെഡി എന്തുണ്ട്, വെറുപ്പുണ്ട്. അതിനോടൊപ്പം ഇപ്പൊ എന്തും കൂടെ ഇരട്ടിച്ചു, ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് അമിതമായിട്ട് എന്ത് ചെയ്തു ജനങ്ങളുടെ ഇടയിൽ. കാരണം ഇവർ ഒരുപാട് പലതരത്തിൽ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യിക്കണേ. 1857 റിവോൾട്ട് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സൈനികരെ പോലെ അവർ എന്ത് ചെയ്തില്ല, വെറുതെ വിട്ടോ ഇല്ല, അവരെ എന്ത് ചെയ്തു, താടി വയ്ക്കാൻ അവർ എന്ത് ചെയ്തു, അനുവദിച്ചില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അവരെ അപരിഷ്കൃതമായ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അല്ലെ. ഇവിടെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ ചൂഷണം ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും, ബ്രിട്ടീഷുകാരുടെ വെറുപ്പ് ദിവസം ചെല്ലും തോറും എന്ത് വന്നു, കൂടി വന്നു ഇന്ത്യൻ ജനങ്ങളുടെ ഉള്ളില്. അങ്ങനെ എന്ത് ചെയ്തു, ഇവർക്ക് ദേശീയബോധം വളരാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഇതും മാറി. പിന്നെ പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. R.C. ദത്തിന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. നമ്മുടെ ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഈ പുസ്തകങ്ങളെല്ലാം ജനങ്ങൾ എന്ത് ചെയ്യും, വാങ്ങി വായിക്കാം. ആദ്യം അവർ നിരക്ഷരായിരുന്നു, വായിക്കാനും എഴുതാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ സ്കൂളുകളെല്ലാം വന്നപ്പോൾ അവർ പഠിച്ചു. പിന്നെ ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് തങ്ങൾ എന്ത് ചെയ്യാണ്, ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, ചൂഷണം ചെയ്യുകയാണ് അല്ലെ. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ കഴിയില്ല, നമുക്കും എന്ത് വേണം, ഒരു സ്വാതന്ത്ര്യം വേണം. അങ്ങനെയാണ് അവർക്ക് വീണ്ടും എന്തായത്, ഒരു ദേശീയ ബോധം, നാഷണലിസം ഒരു ഫീലിംഗ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ, ദാദാഭായ് നവറോജിയും അതുപോലെ തന്നെ R.C. ദത്ത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ, മഹാന്മാരുടെ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചതോടുകൂടി അവർക്ക് എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ വെറുപ്പ് ദിവസം ചെല്ലുന്തോറും കൂടി വന്നു. അപ്പൊ മനസ്സിലായല്ലോ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം, എല്ലാം പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾ. പിന്നെ എന്താ പറഞ്ഞത്, സ്വാതന്ത്ര്യബോധം. തങ്ങൾക്കിടയിൽ എന്ത് വന്നു, സ്വാതന്ത്ര്യബോധം. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗാന്ധിജി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ആനി ബസന്റ്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് അതേ അഹോരാത്രം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാതന്ത്ര്യം വാങ്ങിത്തരാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് സ്വാതന്ത്ര്യ ബോധം. പിന്നെ 1885 കോൺഗ്രസ് എന്ത് ചെയ്തു, നിലവിൽ വന്നു. ഒരു കോൺഗ്രസ് പാർട്ടി വരികയാണ്, INC, ഇന്റർനാഷണൽ കോൺഗ്രസ് വരികയാണ്. പിന്നെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ സ്വദേശത്തിലുള്ള നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്നുണ്ടായ പ്രോഡക്റ്റുകളെല്ലാം വഴിയിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, കത്തിച്ചു എന്ന് പറയാൻ നമുക്ക് പഠിക്കാൻ പറ്റും. അതിലൂടെ കുറെ കാര്യങ്ങളുണ്ട്. അവിടെ എന്താണ്, സ്കൂളുകളിൽ പോലും കുട്ടികൾ എന്ത് ചെയ്യാതെ ആയി, പഠിക്കാതെ ആയി. ബ്രിട്ടീഷുകാരുടെ വെറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചും വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് തോന്നും, വെറുപ്പ് തോന്നത്തില്ലേ. അത് തന്നെയാണ് അടുത്ത പോയിന്റ്. പിന്നെ പുസ്തകങ്ങൾ, ദാദാഭായ് നവറോജിയുടെ R.C. ദത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് തന്നെയാണ്, തങ്ങൾ ദിവസം ചെല്ലുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ഈസ് ഡ്രെയിൻ തിയറി? ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടെ പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡ്രെയിൻ തിയറി. എന്താണ്, ദേശീയ വരുമാനം കണക്കാക്കി ആരെ, നമ്മുടെ ദാദാഭായ് നവറോജി നാഷണൽ ഇൻകം കണക്കാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരിടം എത്തുന്നില്ല. എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും ഇന്ത്യയുടെ വരുമാനം എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ദാദാഭായ് നവറോജി ആ സത്യം തിരിച്ചറിയുന്നത്. ഇന്ത്യയിലെ വരുമാനം എവിടേക്കാണ്, മറ്റു നാടുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്തിലോട്ട് പോകുന്നുണ്ട്, ദാരിദ്ര്യത്തിലോട്ടും അതുപോലെ തന്നെ സ്റ്റാർവേഷൻ, പട്ടിണിയിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കി. അപ്രകാരമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, പറഞ്ഞത് ഇവിടെ എന്താണ്, നമ്മുടെ ഇന്ത്യക്കാർ വെറുതെ കണ്ണും പൂട്ടി ഇരുന്നാൽ ശരിയാകത്തില്ല. നമ്മുടെ ലൈഫ് എന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ പകുതിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടീഷുകാർ അവരുടെ നാടുകളിലേക്ക് കുരുമുളക്, ഏലം, സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാത്തായിട്ട് ഉണ്ടായിരുന്നോ, അല്ലേ. അവസാനം ഒരു വൈവാഹിക ബന്ധങ്ങൾ വരെ എന്ത് ചെയ്തു, സൃഷ്ടിച്ചു എന്നാണ്. അവരുടെ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഇന്ത്യൻ സ്ത്രീകൾ എന്ത് ചെയ്തു, വിവാഹ ബന്ധത്തിലൂടെ തന്നെ എന്ത് ചെയ്തു, ബന്ധം സ്ഥാപിക്കപ്പെട്ടു അല്ലെ. നാട്ടുരാജാക്കന്മാരുടെ പുത്രിമാരെയൊക്കെ എന്ത് ചെയ്തു, വിവാഹ ബന്ധത്തിലൂടെ എന്ത് ചെയ്തു, ബന്ധം സ്ഥാപിക്കാനായിട്ട് വരെ അവർ ആഗ്രഹിച്ചു. അപ്പൊ ഇവിടെ അതിനർത്ഥം എന്ത് തന്നെയാണ്, ഇവിടുത്തെ സമ്പത്ത് തന്നെയാണ് അവിടെ എയിം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സമ്പത്ത്, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള സമ്പത്ത്, കുരുമുളകായാലും ഏലമായാലും ഒക്കെ, സുഗന്ധദ്രവ്യങ്ങളായാലും ഒക്കെ, കയറ്, തേയില, ഇതെല്ലാം ആരെ ആകർഷിച്ചു, നമ്മുടെ
ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? അവരെ ആകർഷിച്ചു. അങ്ങനെയാണ് അവർ ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ അവരുടെ നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകമായ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ, ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം ഈ ക്വസ്റ്റ്യൻ എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ഈ ഒരു പുസ്തകത്തിലൂടെയാണ് ഇന്ത്യയിലെ ചോർച്ച സിദ്ധത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞത്. ക്ലിയർ? സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ വാട്ട് ഈസ് ഡ്രെയിൻ തിയറി എന്ന് മനസ്സിലായല്ലോ, ചോർച്ച സിദ്ധാന്തം. പിന്നെ ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, എപ്രകാരമാണ് വ്യവസായവൽക്കരണത്തിലൂടെ യൂറോപ്പിൽ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായത്? അല്ലെ, യൂറോപ്പില് വ്യവസായവൽക്കരണം വന്ന്, അല്ലെ, യൂറോപ്പിലെ വ്യവസായം നമുക്ക് ഇവിടെ അറിയാം. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പറയുന്നുണ്ട് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണം. അതിലൂടെ ഇന്ത്യയുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളാണ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം പ്രൊഡക്ഷൻ കൂടി, അല്ലെ. പ്രൊഡക്ഷൻ കൂടിയപ്പോ എന്ത് ചെയ്തു? സാമ്പത്തിക പുരോഗതി എന്ത് ചെയ്തു? കൂടി, അല്ലെ. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം കൂടുമ്പോഴല്ലേ നമുക്ക് എന്ത് വരുന്നത്? സാമ്പത്തികമായിട്ടുള്ള ഇൻക്രീസ് ചെയ്യുക, അല്ലെ. നമുക്കിവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മളൊരു കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നു, അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇല്ല. നമ്മൾ മുതൽ മുടക്ക് പോലെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ അതാണ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കൂടി. പ്രൊഡക്ഷൻ കൂടിയതോടെ സാമ്പത്തികത്തിന്റെ പുരോഗതി എന്ത് ചെയ്തു? നമുക്കിവിടെ ഉണ്ടായി, അല്ലെ. ഉൽപാദനം എന്ത് ചെയ്തു? കൂടിയതോടെ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെ. ഹൗ ടു പ്രൊഡ്യൂസ് നമുക്കറിയാം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഇക്കണോമിക്സിൽ പഠിക്കാനുണ്ട്, അല്ലെ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടിയതോടുകൂടി എന്തും ചെയ്തു? സാമ്പത്തിക പുരോഗതി എന്ത് ചെയ്തു? ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ നമുക്കറിയാം ജനാധിപത്യം, ഡെമോക്രസി, അല്ലെ. ഡെമോക്രസി, സ്വാതന്ത്ര്യം, അല്ലെ, അതുപോലെ തന്നെ എന്നീ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു? ഉടലെടുത്തു, അല്ലെ. ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്? ജനാധിപത്യം, ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്, അല്ലെ. പിന്നെ സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാനായിട്ട് തുടങ്ങി. പിന്നെ നമുക്കറിയാം റെയിൽവേ, അല്ലെ. റെയിൽവേ, ടെലിഗ്രാം എന്നീ ഗതാഗതം, വാർത്താവിനിമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഉൽപാദന മേഖല കുറച്ചുകൂടെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ വ്യവസായ മേഖല കുറച്ചുകൂടെ ഇൻക്രീസ് ആയി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്, അതുകൊണ്ട് വലിയതായിട്ടൊന്നും നോക്കണ്ട. നേരത്തെ എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കറിയാം റോഡ്, റെയിൽവേ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് പാലങ്ങളൊക്കെ പണികഴിച്ച ബ്രിട്ടീഷുകാരാണ്. പണികഴിച്ചതോടെ വ്യവസായവൽക്കരണത്തിൽ എന്ത് ചെയ്തു? മാറ്റങ്ങൾ ഉണ്ടായി. വ്യവസായവൽക്കരണം കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. ലേബർ അസോസിയേഷൻ, അല്ലെ. ILO, ഇന്ത്യൻ ലേബർ അസോസിയേഷൻ, ILO ഒക്കെ എന്ത് ചെയ്തു? രൂപം കൊണ്ടു. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്തു? വന്നു. പിന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചു. യന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സാധാ നേരത്തെ ആണെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ മൺവെട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ എല്ലാം എന്തിലോട്ട് മാറി? നമ്മുടെ എന്താണ് വലിയ വലിയ എക്യുപ്മെന്റ്സിലൂടെയും മെഷീൻ സൗകര്യങ്ങളിലൂടെ പോയി കൃഷി ചെയ്യാനൊക്കെ വളരെ ഈസിയായി മാറുന്നു. അതാ ഇവിടെ പറയുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, യന്ത്രങ്ങൾ ഉപയോഗിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പ്രൊഡക്ഷൻ കൂടി, സാമ്പത്തിക പുരോഗതി കൂടി. പ്രൊഡക്ഷൻ കൂടിയതോടുകൂടി എന്ത് ചെയ്തു? സാമ്പത്തിക പുരോഗതി കൂടി. അതുപോലെ തന്നെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇവയ്ക്കൊക്കെ എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. പിന്നെ അത് മാത്രമാണോ? അല്ല, റെയിൽവേ, അതുപോലെ തന്നെ പാലങ്ങള്, അതുപോലെ തന്നെ ഗതാഗതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റോഡുകളൊക്കെ പണി കഴിപ്പിച്ചതിലൂടെ എന്ത് ചെയ്യാൻ കാരണമായി? നമ്മുടെ ഇവിടെയുള്ള പുരോഗതി എന്ത് ചെയ്തു? മാറി, അല്ലെ. പുരോഗതികളൊക്കെ എന്ത് ചെയ്തു? കുറച്ചുകൂടെ പുരോഗതികളാകുകയും പിന്നെ അത് മാത്രമല്ല എന്താ ചെയ്ത? തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ട്. തൊഴിലാളി സംഘടനകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ധാരാളം ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന, അല്ലെ, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ILO പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ, അല്ലെ, സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു? വന്നു. യന്ത്രങ്ങൾ സംഘടിപ്പിച്ചു. യന്ത്രങ്ങൾ അറിയാലോ, നേരത്തെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന, മനുഷ്യന് വളരെ ഭയങ്കരമായിട്ട് സമയമെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ ആരാ ചെയ്യുന്നത്? യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയായി. നമുക്കറിയാം പണ്ടൊക്കെയാണെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ വളരെ പ്രയാസമായിരുന്നു, അല്ലെ. ഇന്ന് ട്രാക്ടർ, നിലം ഒരുക്കാൻ വേണ്ടി ട്രാക്ടർ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് ഉള്ളപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ അവന്റെ കായിക ബലം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെ. ഇപ്പൊ മാൻ പവർ ലെസ്സും പിന്നെ ഇവിടെ എക്യുപ്മെന്റ്സിന്റെ പവറാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? കയറി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതലായിട്ട്
ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ മേഖല എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. സിമ്പിൾ അല്ലേ? അതായത് എന്താണ് ദാദാഭായ്, ആരാണ് ദാദാഭായ് നവറോജി, പിന്നെ RC ദത്ത്, അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഡ്രെയിൻ തിയറി, ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ, വ്യവസായവൽക്കരണത്തിലൂടെ എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പാഠം തന്നെയാണ്. നിങ്ങൾ ദാദാഭായ് നവറോജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകം, അതുപോലെ RC ദത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം ഒരിക്കലും എന്തൊക്കെ മറന്നാലും അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കുകയും ചെയ്യരുത്. കാരണം അത് എക്സാമിന് എന്തായാലും ചോദിക്കും. അതില്ലാത്ത ഒരു എക്സാം പേപ്പർ പോലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏതൊരു പേപ്പർ എടുത്താലും നമുക്ക് അതിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടൊക്കെ കൊടുക്കാം. പുസ്തകങ്ങൾ ഒരു സൈഡില്, ഓതേഴ്സ് ഒരു സൈഡില്. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന രീതിയിലൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾ അത് ചെയ്യാനുള്ളത് ഇത്ര മാത്രമല്ല, പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിച്ചു. ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് റൂൾ ഓഫ് ഇന്ത്യ, അതുപോലെ RC ദത്ത് എന്താണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇങ്ങനെ പുസ്തകങ്ങള് പഠിച്ചു തന്നെ വെക്കാം അല്ലെ. അപ്പോ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഇതും ഈ ഒരു ഈസി ചാപ്റ്റർ ആണ്, വലിയ ടഫ് ഒന്നും ഇല്ല. സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാ ക്ലാസ്സിലും പറയുന്നത് തന്നെയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, മടിച്ചിരിക്കരുത്. നമുക്കിനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ അല്ലെ, അടുത്ത ബാച്ചിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഓരോ ദിവസം ഒരു ചാപ്റ്റർ വെച്ചെങ്കിലും നിങ്ങൾ കവർ ചെയ്യുക. ഒരു ദിവസം ഒരു ചാപ്റ്റർ, അടുത്ത ദിവസം വേറൊരു ചാപ്റ്റർ, അങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് സമീപിക്കാനായിട്ട് പറ്റും. പേടിയില്ലാതെ, അതുപോലെ തന്നെ ഭയപ്പാടില്ലാതെ, നെർവസ് ആവാതെ ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് സുഖമായിട്ട് എഴുതാൻ കഴിയണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. റിവിഷൻ ചെയ്യുക. അതുപോലെ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ. പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യുക, വായിച്ചെങ്കിലും വയ്ക്കുക. എഴുതുന്ന നോട്ട്, സ്വന്തമായി ലെക്ചർ നോട്ട് എഴുതി പോകുന്നത് എപ്പോഴും ഞാൻ പറയില്ലേ ബെറ്റർ ആണ്. കാരണം നമ്മൾ മറ്റുള്ളതിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ലെക്ചർ നോട്ടാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇത് ഞാൻ എഴുതിയതാണ്, എനിക്കറിയാം എവിടെയാണ് ആ പോയിന്റ് ഉള്ളത് എന്ന് നമ്മുടെ ബ്രെയിനിൽ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പഠനത്തെ സമീപിക്കുക. സിമ്പിളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ, കോഴ്സിനെ പറ്റി അറിയാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോൾ ഈ കോഴ്സിനെ പറ്റി ആഗ്രഹിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് ആയിരിക്കാം. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ കൊടുക്കുക. അവരും കൂടെ എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ അല്ലെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു +2 നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്, 100%. ഇത്രയും പഠിച്ചാൽ മതി, ഒരുപാട് വാരി വലിച്ചിട്ട് പഠിക്കണ്ട. ഇത്രയും പഠിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 എന്ന് പറയുന്നത് ബാലികേറാൻ മല അല്ല എന്നും പറയുന്ന കാര്യം തന്നെയാണ്. അത് നമുക്ക് കിട്ടും. ഓക്കെ, അതിനാണ് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രമാത്രം. ക്ലാസ്സുകൾ കാണുക, തന്നിരിക്കുന്ന ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കുക. നോട്ട്, നിങ്ങളുടെ കൈപ്പടയിൽ എഴുതുന്ന നോട്ട് ഏറ്റവും ബെസ്റ്റ്, അതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറ്റ് ആവും. ചാപ്റ്റർ മാത്രമല്ല, ഈ ഒരു വിഷയം, ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കഴിഞ്ഞിട്ടേ അടുത്തൊരാൾ വരുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആകും. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നന്നായിട്ട് മാർക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ എന്താണ് കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. എന്ത് സംശയം ഉണ്ടെങ്കിലും പറയുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.